കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഗോർണിക്ക എന്ന വിശുദ്ധ കലാസൃഷ്ടിയുടെ സൃഷ്ടാവും ക്യൂബിസം എന്ന ചിത്രകലാ സങ്കേതത്തിന്റെ ആവിഷ്കാരത്തിൽ മുഖ്യ പങ്കാളിയുമായിരുന്ന പാബ്ലോ പിക്കാസോയുടെ ചരമവാർഷികമായിരുന്നു ഈ മാസം. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും മഹാന്മാരായ ചിത്രകാരന്മാരിൽ ഒരാളാണ് അദ്ദേഹം. പിക്കാസോയെ കുറിച്ചുള്ള ഏറ്റവും രസകരമായ വസ്തുതകളിലൊന്ന് അദ്ദേഹത്തിന്റെ പേരാണ്. 1881 സ്പെയിനിൽ ജനിച്ച പിക്കാസോയുടേത് ഇടതരം കുടുംബ സാഹചര്യമായിരുന്നു. ഫ്രാൻസിൽ ജീവിതം ചെലവഴിച്ച പിക്കാസോ ക്യൂബിസം എന്ന ശൈലിവൽകൃത സങ്കേതം ഉപയോഗിച്ച് തൻ്റെ സർഗാവിഷ്കാരങ്ങൾ നിർവഹിച്ചു. വസ്തുക്കളെ വിഘടിപ്പിക്കുകയും പിന്നീട് അവയെ അമൂർത്തമായ രീതിയിൽ പുനർയോജിപ്പിക്കുകയും ചെയ്യുന്ന ചിത്രകലാ ശൈലിയായി ക്യൂബിസത്തെ വികസിപ്പിച്ചെടുത്ത് പിക്കാസോയുടെ ചിത്രരചനകളാണ് ഗോർണിക്ക, അവിഗോണയിലെ സ്ത്രീകൾ തുടങ്ങിയ ശീർഷകങ്ങളിൽ പെരുമയാർജിച്ച കലാസൃഷ്ടികൾ. സ്പെയിനിലെ ആഭ്യന്തര യുദ്ധത്തിനിടെ 1937 ഏപ്രിൽ 26 ഫ്രാങ്കോയുടെ നേതൃത്വത്തിലുള്ള അവിടുത്തെ ദേശീയ സർക്കാർ ആവശ്യപ്പെട്ടതിനനുസരിച്ച് നാസി ജർമ്മനിയുടെയോ ഫാസിസ്റ്റ് ഭരണത്തിലിരിക്കുന്ന ഇറ്റലിയുടെയോ പോർ വിമാനങ്ങൾ ബസ്ക് പ്രവിശ്യയിലെ ഗോർണിക്ക പട്ടണം ബോംബിട്ട് നശിപ്പിച്ചതിനോട് പ്രതികരിച്ചാണ് പിക്കാസോ ഗോർണിക്ക എന്ന ചിത്രം വരച്ചത്. യുദ്ധത്തിന്റെ ദുരന്ത സ്വഭാവവും മനുഷ്യർക്ക്, വിശേഷിച്ച് നിർദോഷികളായ സിവിൽ ജനതയ്ക്ക് അത് വരുത്തുന്ന കെടുതികളും ചിത്രീകരിക്കുകയാണ് ഈ രചനയിലൂടെ പിക്കാസോ ചെയ്തത്. കാലക്രമേണ അസാമാന്യമായ പ്രശസ്തി കൈവരിച്ച ഈ ചിത്രം യുദ്ധ ദുരന്തത്തിന്റെ നിത്യസ്മാരകവും യുദ്ധവിരുദ്ധ ചിഹ്നവും സമാധാനത്തിന്റെ മൂർത്തരൂപവുമായി മാനിക്കപ്പെടാൻ തുടങ്ങി. നമുക്കെല്ലാം അറിയാം കലയല്ല സത്യമെന്ന്. നമുക്കറിയാൻ പറ്റിയിടത്തോളം സത്യമെന്തെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന നുണയാണ് കല. അതിൻ്റെ നുണകളുടെ സത്യാത്മകത അന്യരെ ബോധ്യപ്പെടുത്താനുള്ള ഉപായങ്ങൾ കലാകാരന് വശമുണ്ടായിരിക്കണം. ചിത്രകാരനായ പിക്കാസോയുടെ പ്രശസ്തമായ വാക്കുകളാണിത്. പാരീസിലെ പ്രശസ്തമായ ലൂർവ് മ്യൂസിയത്തിൽ തൻ്റെ ചിത്രം പ്രദർശനം നടത്തുമ്പോൾ 90 വയസ്സായിരുന്നു പിക്കാസോയുടെ പ്രായം. ജീവിച്ചിരിക്കവേ ലൂർവിൽ ചിത്രം പ്രദർശനം നടത്തിയ ആദ്യത്തെ കലാകാരനായിരുന്നു പിക്കാസോ. 1973 ഏപ്രിൽ 8 91 വയസ്സിൽ ഫ്രാൻസിലെ മൗഗിൻസ് എന്ന സ്ഥലത്ത് വെച്ച് പിക്കാസോ അന്തരിക്കുകയുണ്ടായി. പിക്കാസോയ്ക്ക് 3 പങ്കാളികളിൽ നിന്നായി 4 കുട്ടികളുണ്ടായിരുന്നു. ചിത്രകാരിയും കലാനിരൂപകയും പിക്കാസോയുടെ പ്രണയിനിയും പ്രചോദനവുമായിരുന്ന ഫ്രാൻസോ ഗില ലൈഫ് വിത്ത് പിക്കാസോ എന്ന ആത്മകഥ എഴുതിയിട്ടുണ്ട്.